ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ പോലത്തെ ബ്രൗൺ സ്കിൻ ടോൺ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഒക്കേഷൻസിലോ അതല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രൗൺ സ്കിൻ ടോണിന് ചേരുന്ന പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിഗ്മെൻറ്റഡ് ലിപ്സിന് പറ്റുന്ന ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ബിഗിനേഴ്സിന് പറ്റിയ അങ്ങനെ എല്ലാ തരത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ലിപ്സ്റ്റിക് കളക്ഷൻസുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ ലിപ്സ്റ്റിക്കുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേരുന്ന ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതുകൊണ്ട് ബഡ്ജറ്റ് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡാർക്ക് ടോൺ ഉള്ളവർക്ക് തുടങ്ങി അല്ലെങ്കിൽ മീഡിയം സ്കിൻ ടോൺ ഉള്ളവർക്ക് അതല്ലെങ്കിൽ എന്നെപ്പോലെ ബ്രൗൺ സ്കിൻ ടോൺ ഉള്ളവർക്ക് പിമ്പിൾസ് ഉള്ള ഫേസിനൊക്കെ ചില ഷെയ്ഡ്സ് ഒന്നും ചേരില്ലല്ലോ, പിന്നെ ബ്ലാക്ക് സ്പോട്ട് ഉള്ളവർക്ക് അങ്ങനെ എല്ലാ മിക്സിംഗ് ആയിട്ടുള്ള എല്ലാ മോസ്റ്റ്ലി ബ്രൗൺ സ്കിൻ ടോൺ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലിപ്സ്റ്റിക് കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനിപ്പോൾ ലിപ്പിൽ യൂസ് ചെയ്ത ലിപ്സ്റ്റിക്ക് ഒന്ന് വൈപ്പ് ചെയ്ത് കളയുവാണ് കേട്ടോ. ഞാൻ ഫേസിൽ മോയ്സ്ചറൈസറും പിന്നെ മസ്കാരയും പിന്നെ ചെറിയൊരു പൊട്ട് മാത്രമാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. നോർമൽ ലൈറ്റിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. സെബാമെഡിൻ്റെ ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ലിപ് ബാം യൂസ് ചെയ്തിട്ട് വേണം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മാമ എർത്തിൻ്റെ 08 റേഞ്ചിൽ വരുന്ന ചോക്ലേറ്റ് ട്രഫിൾ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതൊരു ലിപ് സിറമാണ് കേട്ടോ. 12 hours വരെ ലോങ് ലാസ്റ്റിംഗ് ചെയ്യും. ബ്രൗൺ അണ്ടർ ടോണിൽ വരുന്ന എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണിത്. ലിപ് സിറമാണിത്. നല്ലൊരു ലിപ് സിറമാണ്. അടുത്തത് മാർസിൻ്റെ 03 റേഞ്ചിൽ വരുന്ന ഒരു കോറൽ ക്രഷ് ഷെയ്ഡാണ്. ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. മാറ്റ് ഫിനിഷാണ്. ഓറഞ്ച് അണ്ടർ ടോൺ ആണ് കേട്ടോ. നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. സുഡിയോയുടെ തന്നെ ലിപ് ചോക്കോ ക്രൈവ് ഷെയ്ഡാണ് കേട്ടോ ഇത്. നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഇത്. അടുത്തത് സുഡിയോയുടെ തന്നെ നല്ലൊരു ലിപ് ക്രയോൺ ആണ്. B1 റേഞ്ചിൽ വരുന്ന ബെറി ക്രഷ് എന്ന് പറയുന്ന ഒരു പിങ്ക് ബെറി ഷെയ്ഡാണ് കേട്ടോ ഇത്. നല്ലൊരു ഷെയ്ഡാണ്. 99 റുപ്പീസാണ് കേട്ടോ ഇത്. മെബ്ലിൻ്റെ NU02 റേഞ്ചിൽ വരുന്ന ഒരു പീച്ച് ബ്രൗൺ ഷെയ്ഡാണ്. ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് വെച്ചാൽ ഒരു 3 hours വരെ ലോങ് ലാസ്റ്റിംഗ് ചെയ്യുള്ളൂ. ഇത് NYBയുടെ 20 ഷെയ്ഡ് വരുന്ന ഒരു ബെറി റെഡ് ഷെയ്ഡാണ് കേട്ടോ. മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു പുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ഒരു 3 hours വരെ ലോങ് ലാസ്റ്റിംഗ് ചെയ്യുള്ളൂ. ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ക്രയോൺ ആണ്. മാർസിൻ്റെ 05 റേഞ്ചിൽ വരുന്ന ഐ ഹാവ് ഗോട്ട് ദിസ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് നല്ലൊരു ഷെയ്ഡാണ്. ഇത് എൻ്റെ ആദ്യമായിട്ട് എനിക്ക് ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെറൂൺ റെഡ് ഷെയ്ഡാണ് കേട്ടോ. ഡാസ്ലറിൻ്റെ തന്നെ M608 ഷെയ്ഡിൽ വരുന്ന ഒരു ലിക്വിഡ് അല്ല, ഒരു ലിപ്സ്റ്റിക്ക്, ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇത് മിസ് കളറിൻ്റെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീമാണ് കേട്ടോ. 31 ഷെയ്ഡാണ്. ഒരു സോഫ്റ്റ് പിങ്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത്. നൈക്കയുടെ തന്നെ ലിപ് ക്രയോൺ ആണ്. ലേസി ലക്ക് ഷെയ്ഡാണ്. ഇത് സുഡിയോയുടെ തന്നെ മാറ്റ് ഫിനിഷിലുള്ള ചെസ്നട്ട് ബ്രൗൺ എന്ന് പറയുന്ന ഒരു ബ്രൗൺ ഷെയ്ഡാണ്. എൻ്റെ ഡെയിലി വെയർ ആണെന്ന് പറയാം, പക്ഷേ ക്വാളിറ്റി അധികം ഇല്ല. ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ് ലൈനറാണ്. സിസ് ബ്യൂട്ടിയുടെ തന്നെ ചോക്കോ ന്യൂട്ട് ഷെയ്ഡാണ്. വാഷ് ഔട്ട് ആവുന്ന ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ ഈ ലിപ് ലൈനർ യൂസ് ചെയ്തിട്ടാണ് ഇടുന്നത്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ലാസ്റ്റ് ബ്ലൂ ഹെവൻ്റെ തന്നെ മൊച്ച ബ്രൗൺ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ബുള്ള ലിപ്സ്റ്റിക്കാണ്. ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഷെയ്ഡ്സൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു. കൂടുതലും ബ്രൗൺ സ്കിൻ ടോണിന് മാച്ച് ആവുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഏത് ഷെയ്ഡ്സാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടി പറയാം. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഷെയ്ഡ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഓർഡിനറി ഗേൾ അഞ്ജു എന്ന ഇൻസ്റ്റാഗ്രാം പേജും നിങ്ങൾ എന്ത് വന്നാലും ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.